ദൈവം തന്നതല്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ ഓരോരുത്തരും. നല്ല ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇന്നത്തെ ദിവസം നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 6-ാം തിരുവചനം, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവന്. നമ്മൾ എപ്പോഴും പരാതി പറയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആകുലപ്പെടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിനും സംതൃപ്തിയില്ല, നിരാശയിലേക്ക് കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷെ ദൈവമായ കർത്താവ് മറ്റുമില്ലാത്തവൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത വിധം മഹാത്ഭുതം ചെയ്യുന്നവൻ. അവിടുന്ന് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ ആകുലരാകാതെ ഉത്കണ്ഠാകുലരാകാതെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ അർത്ഥനകള് നമ്മൾ കൊടുക്കുക. അവിടെ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. കാരണം 4-ാം അധ്യായത്തില് 13-ാം വാക്യം പറയുന്നുണ്ട്, എന്നെ ശക്തരാക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ദൈവമക്കളെ, നമ്മളെ ശക്തനാക്കുന്ന നമ്മുടെ ദൈവം, നമ്മളെ കൂടെ നടത്തി നമ്മുടെ വലങ്കൈ പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നവൻ. പൗലോസ് പറഞ്ഞതുപോലെ, എന്റെ ഞെരുക്കങ്ങളിൽ ഞാൻ സൗമനസ്സത്തോടെ പങ്കുചേരുന്നു എന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ. നമുക്ക് വിശ്വസിക്കാം മക്കളെ. കാരണം പൗലോസ് പറഞ്ഞതുപോലെ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സുഭിക്ഷത്തില് ദുർഭിക്ഷത്തില് സമൃദ്ധിയില് ദാരിദ്ര്യത്തില് എല്ലാത്തിലും. കാരണം ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്നവനെ ഒരു കാര്യത്തിലും ഒരു സാഹചര്യത്തിലും കർത്താവ് കൈവിടുകയില്ല. കാരണം ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും സംതൃപ്തിയോടെ കഴിയാൻ ദൈവമായ കർത്താവ് അവന് പരിശീലനം കൊടുത്തിട്ടുണ്ട്. നമ്മെ നയിക്കുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കും. വിശ്വസിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ നല്ല ദൈവം നമ്മുടെ കൂടെ നടന്ന് നമ്മളെ സംതൃപ്തരാക്കട്ടെ. അമ്മ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വയ്ക്കട്ടെ. ഈശോയുടെ വലിയ കാരുണ്യം, തൃത്വ കൂട്ടായ്മയുടെ വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിത യാത്രയിൽ കൂടെ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം.